ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കുക്കറിൽ പെട്ടെന്നൊരു എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എരിശ്ശേരിക്ക് വേണ്ടി കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് ഇതാ മത്തനില്ലേ നമ്മളെ അത് ചെറിയ പീസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ വൻപയർ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4 വിസിലിടുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഒരു കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 3 പച്ചമുളകും 2 വെളുത്തുള്ളിയും കൂടി ഇടുക. അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഫൈനായിട്ട് അരിക്കേണ്ട, ഒരു തരിതരിപ്പ് കൂടെ തന്നെ അരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ മത്തനും പയറും ഒക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞ് കിട്ടോ. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം. നല്ലോണം തന്നെ ഒടിയണമെന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ചെറിയ പീസസ് കിട്ടിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം ഒടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് തേങ്ങയില്ലേ അതും ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3/4 ടീസ്പൂൺ വെള്ളം, നമ്മളെ ശർക്കരയില്ലേ അത് പൊടിച്ചതും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കാം, എന്നാലേ നമ്മൾ എരിശ്ശേരിക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കടുക് ഇടുക കേട്ടോ. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ കറിയിലേക്കുള്ള താളിക്കലും ഇതിൻ്റെ ഒപ്പം തന്നെ കഴിയും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങ. 1 കപ്പ് എന്ന് വെച്ചാൽ ഒരു ചെറിയ കപ്പ് തേങ്ങ മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ റോസ്റ്റ് ചെയ്യുന്ന അത്ര വേണ്ട, ആ ഒരു അതിലേക്ക് വേണ്ട, എന്നാലും നമ്മളെ കളർ നല്ലോണം ചേഞ്ച് ആവുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എരിശ്ശേരിയിലേക്ക് ഈ തേങ്ങ വറുക്കലും ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എരിശ്ശേരി ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓണത്തിന് സദ്യൻ്റെ കൂടെ തന്നെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ സാധാ ചോറിൻ്റെ കൂടെയും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് എരിശ്ശേരി കഴിക്കാൻ. സ്വതവേ എല്ലാവർക്കും എരിശ്ശേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം വെറുതെയൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെയും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ വിളമ്പുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.